ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന പ്രണയവിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോവുക, അപ്പൊ പ്രണയവിശേഷം മാത്രം ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ ഇടാറുള്ളത്. എന്നും 1:30ക്കും 2:00നും ഇടയ്ക്കായിട്ട് നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്, 1K ലൈക്കാണ്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കടന്നാലോ. ഇന്ന് രാവിലെ ഞാൻ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണൂലേ. അപ്പൊ ഏതായാലും ഇനി ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞു. അവര് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പോവുകയാണ്. ഇത്രയും നാള് രണ്ടുപേരും രണ്ട് വ്യക്തികൾ മാത്രമായിരുന്നുവെങ്കിൽ ഇനി അവര് ഒന്നിച്ച് അവരുടെ സ്നേഹവും ദുഃഖവും എല്ലാം പരസ്പരം പങ്കുവെച്ച് ആണ് ജീവിക്കുന്നത്. ഇത് കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്ന കുറച്ചു പേർ അവിടെ ഉണ്ടല്ലോ. അതാരൊക്കെയാ? ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ. ശ്രുതിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത്രയും ദിവസം നമ്മള് ശ്രുതിയുടെ ആ ഒരു നല്ല നിമിഷങ്ങളും അവര് രണ്ടുപേരും തമ്മിലുള്ള പ്രണയമൊക്കെയാണ് കണ്ടത്. എങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. അപ്പം ഇനി എല്ലാ എപ്പിസോഡും ഒന്നിനൊന്നിനും മെച്ചമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം കർക്കിടക മാസം ഒക്കെ കഴിഞ്ഞു. ഇന്നലത്തെ ഉച്ചത്തെ വിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. കർക്കിടക മാസത്തിൽ നമ്മുടെ രേവതി അവിടെ പോയി നിന്നു. അപ്പൊ അങ്ങോട്ടേക്ക് സച്ചി ചെല്ലുകയും അവിടുത്തെ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അങ്ങനെ ഏതായാലും നമ്മുടെ സച്ചി വൈകിട്ട് അങ്ങോട്ടേക്ക് വരുവോ? അതായത് മീൻകറിയൊക്കെ വെച്ചു, മീൻകറിയൊക്കെ കൂട്ടി ഒരു നല്ലൊരു ഊണൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് പോയത്. ഇനി സച്ചി വൈകിട്ട് വരുമോ അങ്ങോട്ടെ എന്നുള്ള ഒരു ടെൻഷനാണ് നമ്മുടെ ലക്ഷ്മിക്കുള്ളത് കേട്ടോ. അപ്പൊ രേവതിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അവനെ വിളിച്ച് ചോദിക്കും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വന്ന് ഇവിടെ എങ്ങാനും കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതിനി അത് വലിയ പ്രശ്നമാവുന്ന നമ്മുടെ ലക്ഷ്മിക്ക് അറിയാം. പക്ഷെ രേവതിക്ക് എന്താ, തന്റെ ഭർത്താവ് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. തന്റെ ഭർത്താവ് വരണം, ഇവിടെ കിടക്കണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹമുള്ളത്. ഏതൊക്കെയായാലും നമ്മുടെ സച്ചി വരാൻ പോകുന്നില്ല. രവീന്ദ്രൻ പറഞ്ഞു, ഇനി നീ അങ്ങോട്ടേക്ക് പോകണ്ട, ഏതായാലും കർക്കിടക മാസത്തിലെ ചടങ്ങ് അതുപോലെ തന്നെ നടക്കട്ടെ, അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. അതുകൊണ്ട് മോന് അങ്ങോട്ടേക്ക് പോകണ്ട. അതുമല്ല, ഇവിടെ ഇനിയിപ്പോൾ ചന്ദ്രയ്ക്ക് മുറുമുറുപ്പ് തുടങ്ങും, പിന്നെ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നാളും കാണാതിരുന്നതിന്റെ ചെറിയ റൊമാൻസ് ഒക്കെ അവരിലുണ്ട് കേട്ടോ. ചെറിയ റൊമാൻസ് അല്ല, വലിയ റൊമാൻസ് തന്നെയാണ് അവരിലുള്ളത്. പക്ഷെ ആ ഒരു ശാന്തി മുഹൂർത്തം കഴിഞ്ഞെന്നല്ലാതെ അത് കഴിഞ്ഞൊരു ശാന്തി മുഹൂർത്തം അവരുടെ ജീവിതത്തിൽ പിന്നെ കുറച്ച് നാൾ ഉണ്ടാവുന്നില്ല. അത് വേറെ കാര്യം. അതായത് പെട്ടെന്ന് സംഭവിച്ചു പോയതാണ് ആ ശാന്തി മുഹൂർത്തം. അത് നിങ്ങൾ ഇന്ന് രാവിലെ ഞാൻ കഥ പറഞ്ഞപ്പോൾ കേട്ടല്ലോ. ആ പനിയൊക്കെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ കൺട്രോൾ അങ്ങ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. സച്ചിയുടെ രേവതിയുടെയും കൺട്രോൾ അങ്ങ് പോയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും സച്ചിക്ക് പേടിയാണ് കേട്ടോ. ഇനിയിപ്പോ കുട്ടികൾ ഉണ്ടാകുമോ, ഇനിയിപ്പോ കുട്ടികൾ ഉണ്ടായാൽ തന്നെ തനിക്ക് ബാധ്യതകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് കഴിയുമോ, അങ്ങനെ പലരോടും സംശയങ്ങളൊക്കെ ചോദിച്ചാണ് നമ്മുടെ സച്ചി നടക്കുന്നത്. എത്ര നാൾ കഴിഞ്ഞാണ് കുട്ടികൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള പല പല സംശയങ്ങളാണ് കേട്ടോ. പിന്നെ സച്ചിക്ക് മൊത്തം സംശയങ്ങളാണ്. അങ്ങനെ സംശയം കുറച്ചൊക്കെ നമ്മുടെ രവീന്ദ്രൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അച്ഛൻ തന്നെ വേണ്ടി വരികയാണ് നമ്മുടെ സച്ചിയുടെ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ. ഏതായാലും ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മുടെ സുധിയുടെ ജോലിയൊക്കെ പോകുന്നുണ്ട്. സുധിയുടെ ജോലി പോകുന്നത് വേറൊരു വഴിയുമല്ല. സുധിയാണെങ്കിൽ കുറച്ചു പേര് അവിടെ കാറ് മേടിക്കാൻ വരുമ്പോഴത്തേക്കും അവരോട് ഒരു മര്യാദ കേടായിട്ട് പെരുമാറുകയും, ഇവർ സ്ഥിരം വന്ന് കാറ് നോക്കുന്നതാ, പക്ഷെ ഇവര് മേടിക്കാനൊന്നും പോകുന്നില്ല സാറേ, ഇവരുടെ പണി ഇത് തന്നെയാ, ഇവര് വന്ന് കാറ് കുറെ നോക്കും, ഞാൻ കുറെ പരിചയപ്പെടുത്തും, പക്ഷെ അവരത് മേടിക്കില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ അവിടുത്തെ MDക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ജോലി പോകുന്നുണ്ട്. അത് നമ്മുടെ ശ്രുതി അറിയുന്നില്ല കേട്ടോ. ശ്രുതി ഇപ്പോഴും ജോലി ഉണ്ട് എന്ന് ഓർത്ത് തന്നെയാണ് ആ ഒരു സമയത്ത് നടക്കുന്നത്. ചന്ദ്ര പറഞ്ഞു, ഇത് പറയണ്ട, നീ ഈ കാര്യം പറയണ്ട, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. ശ്രുതി നിന്നിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ശ്രുതിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നീ ഇങ്ങനെ എപ്പോഴും ജോലിക്ക് പിന്നെ അവിടെ നിന്ന് ജോലി പോകുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് നിന്നോട് ചിലപ്പോൾ ഇഷ്ടക്കേട് വരും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അത് രസക്കുറവുണ്ടാകും, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. അത് പ്രകാരം നമ്മുടെ ശ്രുതി പറയുന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിനിടയിൽ
നമ്മുടെ ശ്രുതി വീട്ടിലും പോകുന്നുണ്ട്. അപ്പൊ ശ്രുതി വീട്ടിൽ പോകുന്നത് ശ്രുതിയോട് പറയാതെയാണ്. അപ്പൊ ശ്രുതി പെട്ടെന്ന് ബ്യൂട്ടി പാർലർ ചെല്ലുമ്പം നമ്മുടെ ശ്രുതിയെ കാണുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഉടനെ ഫോൺ എടുത്ത് വിളിച്ചു. ശ്രുതിനെ വിളിച്ചു. എവിടെയാ എന്നിങ്ങനെ ചോദിച്ചു വിളിച്ചപ്പോഴത്തേക്കും അത് ഞാൻ ബ്യൂട്ടി പാർലറിലാ ശ്രുതി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബ്യൂട്ടി പാർലറിലോ, അതിന് ഞാനിപ്പം ബ്യൂട്ടി പാർലറിൽ വന്നപ്പോൾ നീ ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി അയ്യോ പെട്ടുപോയല്ലോ ഈശ്വരാന്ന് ഓർത്തത്. പിന്നെ കക്കാൻ പഠിച്ചവൻ നിൽക്കാൻ പഠിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ് അത് ഞാൻ വേറൊരു ബ്യൂട്ടി പാർലറിലാ, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ട് അവൾക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ബ്യൂട്ടി പാർലറിലാ എന്നിങ്ങനെ പറഞ്ഞ് തടി തപ്പുകയാണ്. ഈ പൊട്ടൻ ശ്രുതി അത് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ രേവതി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നുമല്ല, സച്ചി ഉച്ചയ്ക്ക് ചോറിനാൻ വരുന്നു, അതിനിടയിൽ വേണമെങ്കിൽ 3 മണിക്ക് ചായ കുടിക്കാൻ വരുന്നു, അതിന് മുമ്പായിട്ട് 10 മണിക്ക് വീണ്ടും വരാൻ പറ്റുമെങ്കിൽ വീണ്ടും 10 മണിക്ക് വരുന്നു. അപ്പൊ തെരുതരാ വരുന്നുണ്ട്. നമ്മുടെ രേവതിനെ കാണാനായിട്ട് തന്നെയാണ് വരുന്നത്. രേവതിയോട് സംസാരിക്കാനും രേവതിയോട് എന്താ പറയാ അവരുടെ ആ ഒരു ഇതിനു വേണ്ടിയാണ് വരുന്നത്. നമ്മുടെ സച്ചിക്ക് രേവതിനെ അത്രയ്ക്ക് എന്താ പറയുക ഇഷ്ടമായി പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാനൊക്കെ വേണ്ടി വരികയാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ, നീ ഏത് നേരവും ഓട്ടം 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 എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത്, നീ ഇപ്പൊ എപ്പോഴും വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഹേയ് ഞാൻ എന്തിനാ വീട്ടിലേക്ക് എപ്പോഴും വരുന്നത്, എനിക്ക് ഓരോ ആവശ്യങ്ങളില്ലേ, അതിനുവേണ്ടിയല്ലേ ഞാൻ വരുന്നത്. നിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്കറിയാം, ഏതായാലും ആ ആവശ്യങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് രവീന്ദ്രൻ പറയുമ്പം അച്ഛൻ എന്താ എന്തോ മുള്ളും മൊനയും ഒക്കെ വെച്ച് സംസാരിക്കുന്നത്, അല്ല എനിക്കെന്താ ഈ വീട്ടിലേക്ക് വരത്തില്ലേ, ഈ വീട്ടിലേക്ക് അല്ലാതെ പിന്നെ ഞാൻ എവിടെയാ വരുന്നത്, ആയിക്കോട്ടെ ഇനിയിപ്പം നീ രേവതി എവിടെയാന്നല്ലേ ചോദിക്കാൻ വരുന്നത്, രേവതിയെ മേളിലെ ടെറസിന്റെ പൊക്കത്ത് നിന്ന് തുണി വിരിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പൊക്കോളാൻ പറഞ്ഞു. അതിന് ഞാൻ രേവതി എവിടെയാന്ന് ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചില്ല, പക്ഷേ നീ ഇവിടെ വന്നത് ആരെ കാണാനാണെന്നും ആരോട് സംസാരിക്കാനാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛാ ദേ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലോ കേട്ടോ, പിന്നെ എങ്ങനെയാടാ ഞാൻ സംസാരിക്കേണ്ടത്, ഏതായാലും എൻ്റെ പൊന്നു സച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവാ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് ഇതൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ചന്ദ്ര ഇങ്ങ് വന്നിട്ട് അല്ലെങ്കിലും സച്ചി എന്തിനാ ഏത് നേരവും എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്, ഏതായാലും അവനിപ്പോ കുറച്ച് കൂടുന്നുണ്ട്, എന്നാന്നറിയത്തില്ല രണ്ടുപേരും കൂടെ രണ്ടാവുന്നത്, ഇതെവിടം വരെ പോകുന്നു ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം അതെ ചന്ദ്രേ നീ നിന്റെ നാക്കെടുത്ത് വളയ്ക്കാതിരുന്നാ മതി, അവര് ജീവിച്ചോളും, അവര് ഭാര്യയും ഭർത്താവുമല്ലേ, അവര് ജീവിക്കട്ടെ, അവന് ഇങ്ങോട്ടേക്ക് വരുന്ന അവന്റെ ഭാര്യനെ കാണാനല്ലേ, അല്ലാതെ കാമുകീനെയോ അങ്ങനെ വേറെ ആരെങ്കിലും കാണാനല്ലല്ലോ വരുന്നത്. അവന് ഇഷ്ടമുള്ളപ്പോൾ അവന്റെ ഭാര്യനെ വന്ന് കാണും, മിണ്ടും, സംസാരിക്കും, അതിനിപ്പം നമുക്കെന്താ പ്രശ്നം, അല്ല നിനക്ക് എന്നെ എപ്പോഴും കാണണോ, അതിന്റെ കാര്യമില്ലല്ലോ, ഇപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് വേണ്ടുവോളം കണ്ടോ, വേണമെങ്കിൽ കാണാം, ഇനി സംസാരിക്കണോ നീ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രനെ ഇങ്ങനെ എരിവ് കയറ്റുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ നിങ്ങളോട് സംസാരിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെയായത്, എൻ്റെ അച്ഛൻ എത്ര നല്ല ആലോചനകൾ കൊണ്ടുവന്നതാ, ലാസ്റ്റ് നിങ്ങളാണല്ലോ എൻ്റെ തലയിൽ വന്ന് വീണത്, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ചന്ദ്ര എവിടെ ഇരിക്കേണ്ട ആളാണെന്നറിയാമോ, അല്ലെങ്കിലും ശ്രുതിമോള് പറയാറുണ്ട് ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടതല്ല, ഞാൻ വലിയൊരു ബിസിനസ്സുകാരി ആകേണ്ടതായിരുന്നു എന്നൊക്കെ. വല്ല ബിസിനസ്മാനെ ആണ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പം ആ ബിസിനസ്സിൽ ഞാൻ ഒന്നാമതെത്തിയേനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എടി നീ ഇങ്ങനെ നാവിട്ടടിക്കാനല്ല, നിനക്ക് വേറെ എന്താടി നിനക്ക് അറിയാവുന്നത്, നിനക്ക് അവിടെ ഇവിടെയും പോയി കുത്തിത്തിരിപ്പുണ്ടാക്കാനും രേവതിയുടെ കുറ്റം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ശ്രുതിയെ പാട്ടിലാക്കി വീഴ്ത്താനും അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയോ, ഞാനൊന്നും പറയുന്നില്ല, ഇനി നീയായി നിന്റെ പാടായി, അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്ക്, സച്ചിയുടെ കാര്യം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നിന്നിട്ടുണ്ട്, ഈശ്വര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, സുധിയുടെയും ശ്രുതിയുടെയും ജീവിതം ഓരോ ദിവസം ചെല്ലും തോറും വളരെയധികം പ്രശ്നത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, അവന് ജോലിയില്ലെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവളിനി ഇട്ടിട്ട് അങ്ങനെ പോയാൽ തീർന്നു, എൻ്റെ മോൻ എന്താണോ ഇങ്ങനെ ഒരു വിധി കൊടുത്തേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വയം ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ സച്ചി ടെറസിന്റെ പൊക്കത്ത് കയറി ചെന്നപ്പോഴത്തേക്കും രേവതി തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രേവതി തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊക്കെയാണല്ലോ വിരിക്കുന്നത്. അപ്പൊ ഈ വയറിന്റെ സൈഡ് സാരിയാണല്ലോ എപ്പോഴും നമ്മുടെ രേവതി കൊടുക്കാറുള്ളത്. അപ്പൊ വയറിന്റെ സൈഡ് ഇങ്ങനെ കാണാം.
അപ്പോൾ സച്ചി ഇങ്ങനെ പതുക്കെ വയറിൻ്റെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഹേയ് വേണ്ട വേണ്ട ഇതൊക്കെ ചീത്ത പിള്ളേർ ചെയ്ത പരിപാടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കണ്ണു നോക്കി. അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, ഓ എൻ്റെ കണ്ണിന് തന്നെ സൂക്കേടാ, കണ്ണേ അങ്ങോട്ടേക്ക് നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ നിയന്ത്രിക്കുകയാണ് കേട്ടോ. അങ്ങനെ പതുക്കെ രേവതി ഇങ്ങനെ വന്നു. രേവതി ഇങ്ങനെ അടുത്തൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സോപ്പിൻ്റെ മണമൊക്കെ ആയിട്ട് നമ്മുടെ സച്ചിയുടെ കൺട്രോൾ സത്യം പറഞ്ഞാൽ പോകുന്നുണ്ട്. സച്ചി കൺട്രോളൊക്കെ നിയന്ത്രിച്ച് അവിടെ നിൽക്കുക. അപ്പം ഇങ്ങനെ സച്ചി രേവതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, ഇതെന്ത് പറ്റി നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതെന്താ ഇപ്പം നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് കണ്ണിൻ്റെ ആയമ്മയെ അങ്ങോട്ട് വെട്ടിച്ചിട്ട്, അത് പിന്നെ രേവതി ഞാൻ വന്നത് എന്തിനാണെന്നോ, അത് പിന്നെ എനിക്ക് വിശക്കുന്നു, വല്ലാണ്ടങ്ങ് വിശക്കുക. അല്ല രാവിലെ ഇപ്പം നിങ്ങൾ കഴിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ, എന്നിട്ട് ഇപ്പം വീണ്ടും വിശക്കുവാണെന്നോ? ഇത് വല്ലാത്ത വിശപ്പ് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ വാ ഏതായാലും ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും തലയിലിരുന്ന ആ ഒരു ആ ഒരു ഈറനൊക്കെ ഇല്ലേ, ഈറൻ ഇങ്ങനെ അത് തിരിഞ്ഞു വന്നപ്പോഴത്തേക്കും ആ തലയിലിരുന്ന ഈറ മുഴുവനും നമ്മുടെ സച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട് കേട്ടോ. സകല കൺട്രോളും പോകുമെന്ന മട്ടിൽ നമ്മുടെ സച്ചി മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള രസകരമായ കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയൊന്നും അല്ല, ഇനിയും ഇതിലേറെ പ്രണയ നിമിഷങ്ങളുണ്ട്. അവർ സത്യം പറഞ്ഞ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കഴിഞ്ഞില്ലേ, ആ ഒരു സംഭവം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് സച്ചി അവരങ്ങോട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങനെ ജീവിച്ചില്ല. പെട്ടെന്ന് ഈ ഒരു ശാന്തി മുഹൂർത്തം കഴിഞ്ഞതാണ്. അപ്പം ശാന്തി മുഹൂർത്തം കഴിഞ്ഞു, അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ഇങ്ങനെ സ്ഥിരം പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത്ര സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് ഇത്ര സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും വീണ്ടും രണ്ടായിട്ട് തന്നെയാണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരുമിച്ചാണ് കിടക്കുന്നത് എങ്കിൽ പോലും അവർ തമ്മിൽ അവരുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് അങ്ങോട്ടേക്ക് പറയാൻ മടി, സച്ചിക്ക് അങ്ങോട്ടേക്ക് പറയാൻ മടി. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ മടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ശാന്തി മുഹൂർത്തം കഴിഞ്ഞുള്ള ആ രാത്രികളിലും ഇങ്ങനെ നോർമലായിട്ട് തന്നെ പോകുന്നത് കേട്ടോ. പക്ഷെ ഇവരുടെ ജീവിതം അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് രസകരം, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം. ആ ഒരു കണ്ണിൽ നോക്കി കിടക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് കാണാനും ഒരു രസം തോന്നും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും തമ്മിൽ തെറ്റുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, വർഷയുടെ അച്ഛൻ ശ്രീകാന്തിനെ കണ്ടിട്ട് പേടിപ്പിക്കുന്നത് മീൻസ് ഒരിക്കലും അവളെ ശല്യം ചെയ്യരുത്, ഞങ്ങൾക്ക് അവളെ കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട് കേട്ടോ. അതുമല്ല, അയാൾ ആരാണെന്ന് നന്നായിട്ട് ശ്രീകാന്തിന് അറിയാം. അന്ന് അവിടെ വെച്ച് പ്രശ്നമുണ്ടാക്കുകയും അച്ഛന്റെ പെൻഷൻ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷേനെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിന്റെ പേരിൽ വല്ല പ്രശ്നമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറി നടക്കുന്നത് വർഷയുമായിട്ട്. അപ്പം വർഷയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കുറച്ച് നാള് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് മാറ്റി വെക്കുകയാണ്. പക്ഷെ വർഷന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശ്രീകാന്തിന്. അത് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, എനിക്ക് വർഷനെ ഭയങ്കര ഇഷ്ടമാണെന്ന് രേവതിയോട് പറയുന്നുണ്ട്. അപ്പൊ രേവതി അറിയുന്നില്ല ഇങ്ങനെ ഒരാളുടെ മകളാണെന്നോ, സച്ചി അയാൾക്കിട്ട് അടി കൊടുത്തിട്ടുണ്ടെന്നോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ എന്നും നമ്മുടെ രേവതി അറിയുന്നില്ല. എന്നിട്ടും നമ്മുടെ രേവതി പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അവളെ തന്നെ കെട്ടണം നീ. കാരണം ഇഷ്ടമില്ലാത്തവരെ കെട്ടുന്നതിലും എത്രയോ നല്ലതാണ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ കെട്ടുന്നത്. അവർക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രേവതിയോട് നമ്മുടെ ശ്രീകാന്ത് ഈ പ്രശ്നമൊക്കെ തുറന്നു പറയുകയാണ്. ഈ പ്രശ്നമൊക്കെ തുറന്നു പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഒരു പ്രശ്നമാണോ, ഇതൊന്നും ഒരു പ്രശ്നമാക്കണം, നിങ്ങൾ തമ്മിലല്ലേ ജീവിക്കാൻ പോകുന്നത്, അതിനെന്തിനാണ് ശ്രീകാന്ത് ഇതൊക്കെ ഒരു പ്രശ്നമാക്കി മാറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്തിന് അങ്ങോട്ടേക്ക് നമ്മുടെ വർഷയോട് കൂടുതൽ അടുക്കാൻ പറ്റുന്നില്ല. അവരുടെ അച്ഛൻ അത്രയ്ക്കും പറയുകയൊക്കെ ചെയ്താണല്ലോ, അന്ന് അത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്താണ്. ഇനിയും പ്രശ്നങ്ങൾ രൂക്ഷമാകും. നമ്മുടെ സച്ചിയായിട്ട് വഴക്കാകും, രവീന്ദ്രനുമായിട്ട് വഴക്കാകും. തന്റെ പെൻഷൻ പണം മാറ്റിവെച്ചതും പെൻഷൻ കൊടുക്കാതിരുന്നതും ഇയാളൊക്കെ തന്നെയാണ്. അത് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് മാറി നിൽക്കുന്നത്. പക്ഷെ വർഷ നമ്മുടെ ശ്രീകാന്തിനെ തന്നെ തേടി വരുന്നുണ്ട്. ഒഴിഞ്ഞു മാറി നടക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്തിന് പല വിവാഹാലോചനകളും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. ആ വിവാഹാലോചനകളൊക്കെ മുടങ്ങി പോകുന്നുണ്ട്. വിവാഹാലോചന കൊണ്ടുവരുന്നത് വലിയ കൊമ്പത്തിൽ നിന്നൊക്കെയാണ്. ഇപ്പം നമ്മുടെ ചന്ദ്രയുടെ കൂടെ പഠിച്ച കുറച്ച് പേരൊക്കെയാണ് വരുന്നത്. അവരുടെ മക്കളൊക്കെ ആലോചിച്ചാണ് വരുന്നത്. ഉള്ള നുണയെല്ലാം കൂടെ പറഞ്ഞാണ് ചന്ദ്ര ഇങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് ഓരോരുത്തരെ വരികയും ലാസ്റ്റ് നമ്മുടെ സച്ചിക്ക് ഒരാൾ വീട്ടിൽ വരുമ്പോൾ അവരെ തല്ലി വിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നുണകൾ പറഞ്ഞിട്ട് അവർ വന്നു കഴിയുമ്പം നമ്മുടെ രവീന്ദ്രനെ അവർ അപമാനിക്കുകയും, രവീന്ദ്രനെ അപമാനിക്കുന്നത് ഒരിക്കലും നമ്മുടെ സച്ചി നോക്കി നിൽക്കില്ല. അങ്ങനെ അവർ അടിച്ചു വീട്ടിൽ നിന്ന് ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ ശ്രീകാന്തിന് വിധിച്ചേക്കുന്നത് വേറെ ആരുമല്ല, വർഷ തന്നെയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ
ചന്ദ്രയ്ക്ക് ഒരു ചെറിയ പനി വരുന്നുണ്ട്. അപ്പം ചന്ദ്രയ്ക്ക് ചെറിയ പനി വരുമ്പം ശ്രുതി തിരിഞ്ഞു പോലും നോക്കുകയല്ല കേട്ടോ. ചന്ദ്രനെ ശുശ്രൂഷിക്കുന്നത് മുഴുവനും നമ്മുടെ രേവതിയാണ്. രേവതി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും രാവെന്നോ പകലെന്നോ ഇല്ലാതെ കൂടെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും വീണ്ടും ചങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ ചന്ദ്ര വീണ്ടും രേവതിനെ പനിയൊക്കെ കഴിഞ്ഞ് ഉഷാറാവുമ്പോൾ രേവതിനെ ദ്രോഹിക്കും. ഒരു ദിവസം പോലും ബ്യൂട്ടി പാർലറിൽ പോകാതെ അവിടെ ഒരു ദിവസം പോലും നിന്ന് നമ്മുടെ ശ്രുതി ചന്ദ്രനെ പരിചരിക്കുന്നില്ല കേട്ടോ. ശ്രുതിക്ക് ചുമ്മാ വെറുതെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ശ്രുതി നേരെ വീണ്ടും ബ്യൂട്ടി പാർലറിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡ് വരുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നാളത്തെ വിശേഷമല്ല. നാളത്തെ വിശേഷം നമ്മൾ ഇന്ന് രാത്രി 8 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ തീർന്ന ഉടനെ തന്നെ നാളത്തെ വിശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് നല്ല നിമിഷങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് കഥ പറയാറുള്ളത്. പ്രണയവിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് രേവതിയുടെയും സച്ചിയുടെയും മാത്രം കഥയാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഥാപാത്രങ്ങളൊക്കെ വന്ന് കയറി പോകും. എന്നാലും നമ്മൾ കൂടുതലും പ്രണയവിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് പ്രണയവിശേഷങ്ങളുമായിട്ട് എത്താറുണ്ട്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്ക് നമുക്ക് വേണ്ടപ്പെട്ടതാണ്. അത് മിസ് ചെയ്ത് കളയരുത്. നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പം വൈകിട്ട് നമുക്ക് നാളത്തെ അടിപൊളി പ്രമേയമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.